ഉത്തർപ്രദേശിൽ മതപരമായ ഭിന്നിപ്പിനായുള്ള ശ്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് ശക്തമായ ഒരു നിലപാടിലൂടെ ശ്രദ്ധിക്കപ്പെടുകയാണ് വൃന്ദാവനിലെ പ്രശസ്തമായ ബാങ്കെ ബിഹാരി ക്ഷേത്രം. വിഗ്രഹത്തിനായി മുസ്ലിം നെയ്ത്തുകാർ നിർമ്മിക്കുന്ന ഉടയാടകൾ ബഹിഷ്കരിക്കണമെന്ന ഹിന്ദുത്വ ഗ്രൂപ്പിന്റെ ആവശ്യം തള്ളിയാണ് ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ രംഗത്തെത്തിയത്. ക്ഷേത്രത്തിന്റെ ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും മതപരമായ വിവേചനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്നും പുരോഹിതന്മാർ വ്യക്തമാക്കി. ഹിന്ദുത്വ സംഘടനയായ ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി സംഘർഷ് ന്യാസിന്റെ നേതാവ് ദിനേശ് ശർമ്മയാണ് വൃന്ദാവൻ ക്ഷേത്രത്തിൽ മുസ്ലിം നെയ്ത്തുകാർ തുന്നിയ ഉടയാടകൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. മാംസാഹാരം കഴിക്കുന്നവരും ഹിന്ദു പാരമ്പര്യങ്ങളെയും ഗോരക്ഷയും മാനിക്കാത്തവരും നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ കൃഷ്ണവിഗ്രഹത്തെ ധരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടന ക്ഷേത്ര ട്രസ്റ്റിന് കത്ത് നൽകി. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ മതപരമായ വിവേചനങ്ങൾക്ക് സ്ഥാനമില്ലെന്നായിരുന്നു പുരോഹിതന്മാരുടെ മറുപടി. കരകൗശല വിദഗ്ധരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ സാധിക്കില്ലെന്നും ഇത്തരം ആവശ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്ഷേത്രത്തിലെ മുതിർന്ന പുരോഹിതൻ ജ്ഞാനേന്ദ്ര കിഷോർ ഗോസ്വാമി വ്യക്തമാക്കി. മുസ്ലിം കരകൗശല തൊഴിലാളികൾ ചരിത്രപരമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും ക്ഷേത്ര പാരമ്പര്യത്തിന് സംഭാവന നൽകുന്നവരുമാണ്. കാലങ്ങളായി വൃന്ദാവനത്തിൽ പ്രതിഷ്ഠകൾക്കുള്ള കിരീടവും വസ്ത്രങ്ങളും നിർമ്മിക്കുന്നതും ഇവരാണ്. ഈ ആചാരവും പാരമ്പര്യവും ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നും പുരോഹിതന്മാർ പറഞ്ഞു. മുസ്ലിങ്ങളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങരുതെന്ന് പറയുന്നവരുടെ ഉദ്ദേശം അവരെ സാമ്പത്തികമായി തകർക്കുക എന്നത് മാത്രമാണ്. എല്ലാ മതങ്ങളോടും തങ്ങൾക്ക് ബഹുമാനം മാത്രമാണുള്ളതെന്നും പുരോഹിതർ വ്യക്തമാക്കി. ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പുരോഹിതന്മാരാണ് തീരുമാനിക്കുന്നതെന്നും അതിൽ ഭാരവാഹികൾക്ക് ഒരു പങ്കുമില്ലെന്നാണ് ക്ഷേത്ര അധികൃതരുടെയും നിലപാട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.